Hello students, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മൊഡ്യൂൾ 2ന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി കമന്റ് തിങ്സ് ഇൻ IoT, രണ്ടാമത്തെ വാട്ടർ സെൻസേഴ്സ് നോക്കി. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ നമ്പർ ഓഫ് വേസ് ടു ഗ്രൂപ്പ് ആൻഡ് ക്ലസ്റ്റർ സെൻസേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അപ്പോൾ നമുക്ക് സെൻസേഴ്സ് എന്താ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെൻസേഴ്സിനെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യാം അല്ലെങ്കിൽ ക്ലസ്റ്റർ ചെയ്യാം. ഏതൊക്കെ രീതിയിൽ നമുക്ക് സെൻസേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാം, ക്ലസ്റ്റർ ചെയ്യാം, ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് എന്താണ് ആക്റ്റീവ് ഓർ പാസീവ്. ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് രീതിയിൽ നമുക്ക് സെൻസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. Sensors can be categorized based on whether they can produce an energy output and typically require an external power supply, active, or whether they simply receive energy and typically require no external power supply, passive. Okay, അപ്പോൾ ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് എന്ന രീതിയിൽ നമുക്ക് അതായത് ആക്റ്റീവ് സെൻസേഴ്സ് അല്ലെങ്കിൽ പാസീവ് സെൻസേഴ്സ് എന്ന രീതിയിൽ നമുക്ക് സെൻസേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാം. ഇനി എന്താണ് ആക്റ്റീവ് സെൻസേഴ്സ് അല്ലെങ്കിൽ എന്താണ് പാസീവ് സെൻസേഴ്സ് നോക്കാം. Sensors can be categorized based on whether they can produce an energy output and typically require an external power supply, active. അതായത് സെൻസേഴ്സ് അതിനെ നമുക്ക് കാറ്റഗറൈസ് ബേസ്ഡ് ഓൺ വെദർ ദേ പ്രൊഡ്യൂസ് ആൻ എനർജി ഔട്ട്പുട്ട്, ഒരു എനർജി ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, ആൻഡ് ടിപ്പിക്കലി റിക്വയർ ആൻ എക്സ്റ്റേണൽ പവർ സപ്ലൈ, അതായത് എക്സ്റ്റേണൽ പവർ സപ്ലൈ അവർക്ക് ആവശ്യം ഉണ്ടോ എന്ന രീതിയിൽ അതിനെ ആക്റ്റീവ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. Or whether they simply receive energy and typically require no external power supply, അല്ലെങ്കിൽ അതിന് സിംപ്ലി എനർജി ജസ്റ്റ് സിംപ്ലി റിസീവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ പവർ സപ്ലൈ അവർക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് അവരെ പാസീവ് എന്ന കാറ്റഗറിയിൽ ഇടാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് സെൻസേഴ്സ് ക്യാൻ ബി ബേസ്ഡ് ഓൺ വെദർ ദേ പ്രൊഡ്യൂസ് ആൻ എനർജി ഔട്ട്പുട്ട്, ഒരു എനർജി ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ടിപ്പിക്കലി റിക്വയർ ആൻ എക്സ്റ്റേണൽ പവർ, ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുക്കണം, അതുപോലെ തന്നെ ഒരു എനർജി ഔട്ട്പുട്ടിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അത് ഏത് കാറ്റഗറി വരും, ആക്റ്റീവ് എന്ന കാറ്റഗറിയിൽ വരും. ഇനി വെദർ ദേ സിംപ്ലി അവർക്ക് ജസ്റ്റ് എനർജി റിസീവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടിപ്പിക്കലി എക്സ്റ്റേണൽ പവർ സപ്ലൈയുടെ ആവശ്യം ഇല്ല, അങ്ങനെയുള്ള കേസിൽ ടിപ്പിക്കലി റിക്വയർ നോ എക്സ്റ്റേണൽ പവർ സപ്ലൈ, അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഏത് കാറ്റഗറിയിൽ പറയാൻ പറ്റും, പാസീവ് എന്ന കാറ്റഗറിയിൽ പറയാൻ പറ്റും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആക്റ്റീവ് ഓർ പാസീവ് സെൻസേഴ്സിൻ്റെ രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇനി അടുത്താണ് ഇൻവസീവ് ഓർ നോൺ ഇൻവസീവ്. ഓക്കെ, എന്താണ് ഇൻവസീവ് അല്ലെങ്കിൽ നോൺ ഇൻവസീവ് എന്ന് നോക്കാം. Sensors can be categorized based on whether a sensor is part of the environment it is measuring or external to it. Okay, എന്താണ് ഇൻവസീവ് ഓർ നോൺ ഇൻവസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സെൻസേഴ്സിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം ബേസ്ഡ് ഓൺ വെദർ ആ സെൻസർ പാർട്ട് ഓഫ് ദി എൻവയോൺമെന്റ് ഇറ്റ് ഇസ് മെഷറിങ്, അതായത് അത് മെഷർ ചെയ്യുന്ന എൻവയോൺമെന്റിന്റെ ഒരു ഭാഗം ആണ് എങ്കിൽ ആ സെൻസേഴ്സിനെ നമുക്ക് ഇൻവസീവ് എന്ന് പറയാം. അല്ല, എക്സ്റ്റേണൽ ടു ഇറ്റ്, അത് മെഷർ ചെയ്യുന്ന എൻവയോൺമെന്റിന്റെ ഒരു ഭാഗം അല്ല ആ സെൻസർ എങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, നോൺ ഇൻവസീവ് എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ ഇൻവസീവ് ഓർ നോൺ ഇൻവസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഈ പറയുന്ന ഒരു ടേംസ് യൂസ് ചെയ്യാറുണ്ട്. ഇൻവസീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ബോഡി കട്ട് ചെയ്ത് നമ്മുടെ ആ ബോഡിയിലേക്ക് ആ ഒരു ഫിസിക്കൽ ഒരു ടച്ച് വരുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ബോഡിയുടെ ഭാഗത്ത് വരണമെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ്സിനെ എന്താണ് ഇൻവസീവ് എന്ന് പറയാൻ പറ്റും. അതായത് ബോഡി കട്ട് ചെയ്ത് നമുക്ക് ആ ബോഡി ആയിട്ടൊരു കോണ്ടാക്ട് വരുന്ന രീതിയിൽ വരുന്ന ഇൻവസീവ്. നോൺ ഇൻവസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡി ഒന്നും കട്ട് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ബോഡിയായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിനെ നമുക്ക് നോൺ ഇൻവസീവ് എന്ന് പറയും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ വാക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സെൻസേഴ്സ് ആ ഒരു എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള സെൻസേഴ്സിനെ നമുക്ക് ഇൻവസീവ് എന്നും എക്സ്റ്റേണൽ ആയിട്ടുള്ളതിനെ നോൺ ഇൻവസീവ് എന്നും പറയാം. നിങ്ങൾ ജസ്റ്റ് ഇത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ഓർ നോ കോണ്ടാക്ട്. സെൻസേഴ്സ് ക്യാൻ ബി കാറ്റഗറൈസ് ബേസ്ഡ് ഓൺ വെദർ ദേ റിക്വയർ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദാറ്റ് ദേ ആർ മെഷറിങ്. അവർ മെഷർ ചെയ്യുന്ന ഒരു എന്ത് കാര്യമാണോ അതുമായിട്ടൊരു ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോണ്ടാക്ട് എന്ന് പറയാം. ഇത് ഈസി അല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ. നമ്മുടെ ഇൻവസീവ് നോൺ ഇൻവസീവ് പോലെ തന്നെയാണ്. ഒരു മെഷറിങ് നേരത്തെ എൻവയോൺമെന്റുമായിട്ട് ഭാഗമാണോ എന്ന് ചോദിച്ചു. അതുപോലെ ഇവിടെ എന്താണ്, അത് മെഷർ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ സാധനമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോണ്ടാക്ട് സെൻസേഴ്സ് എന്ന് പറയാം. ഇനി ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റും വരുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ നോൺ കോണ്ടാക്ട് കാറ്റഗറിയിലും കൊണ്ട് ഇടാൻ പറ്റും. ഓക്കെ, അതാണ് കോണ്ടാക്ട് ഓർ നോൺ കോണ്ടാക്ട്, കോണ്ടാക്ട് ഓർ നോ കോണ്ടാക്ട്. ഇനി അബ്സല്യൂട്ട് ഓർ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻസസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ബേസ്ഡ് ഓൺ വെദർ ദേ മെഷർ ഓൺ ആൻ അബ്സല്യൂട്ട് വാല്യൂ. ഒരു അബ്സല്യൂട്ട് വാല്യൂവിനെ ആണ് അവർ മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ അബ്സല്യൂട്ട് സെൻസേഴ്സ് എന്ന് പറയാം.
or based on a difference with a ഫിക്സഡ് ഓർ വേരിയബിൾ റെഫറൻസ് വാല്യൂ. അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് വാല്യൂവിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ആ സെൻസർ മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് അബ്സല്യൂട്ട് സെൻസേഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ഡിഫറൻസ് വിത്ത് എ ഫിക്സഡ് ഓർ വേരിയബിൾ റെഫറൻസ് വാല്യൂ, ഒരു വേരിയബിൾ റെഫറൻസ് വാല്യൂവിനെയോ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് വാല്യൂ വെച്ചിട്ട് അതുമായിട്ടുള്ള ഡിഫറൻസ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെൻസേഴ്സിനെ നമുക്ക് റിലേറ്റീവ് എന്ന കാറ്റഗറിയിൽ ഇടാൻ പറ്റും. റിലേറ്റീവ് അതായത് നമ്മൾ അതിനെ തമ്മിൽ റിലേറ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കാണും, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ കാണും, വേരിയബിൾ റെഫറൻസ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് വാല്യൂ കാണും. അതുമായിട്ട് ഡിഫറൻസ് നോക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന ടൈപ്പ് ഓഫിനെ നമുക്ക് എന്ത് പറയാം? റിലേറ്റീവ് സെൻസേഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് സ്കെയിലിൽ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അബ്സല്യൂട്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് അബ്സല്യൂട്ട് ഓർ റിലേറ്റീവ് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ആണ് ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ആ ഒരു ടേമിൽ തന്നെ മനസ്സിലാവും അല്ലെ, എങ്ങനെ സെൻസേഴ്സ് ക്യാൻ ബി കാറ്റഗറൈസ് ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് ഇൻഡസ്ട്രി ഓർ വെർട്ടിക്കൽ വെയർ ദേ ആർ ബീങ് യൂസ്ഡ്. അതായത് ഏത് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെർട്ടിക്കൽ അവർ എവിടെയാണ്, ഏത് രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് വരുന്നത്, എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ അത് വെച്ചിട്ട് നമുക്ക് സെൻസേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 രീതിയിലാണ് നമ്മൾ പറഞ്ഞത് സെൻസേഴ്സിന്റെ കാറ്റഗറൈസേഷൻ എങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ ആക്റ്റീവ് ഓർ പാസീവ് അല്ലെ, സെൻസേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാം ബേസ്ഡ് ഓൺ വെദർ ദേ പ്രൊഡ്യൂസ് എനർജി ഔട്ട്പുട്ട് ആൻഡ് ടിപ്പിക്കലി റിക്വയർ എക്സ്റ്റേണൽ പവർ സപ്ലൈ. ആക്റ്റീവ് അതുപോലെ സിംപ്ലി റിസീവ് എനർജി ആൻഡ് ടിപ്പിക്കലി റിക്വയർ നോ എക്സ്റ്റേണൽ പവർ സപ്ലൈ, അതിനെ പാസീവ് എന്ന് പറയാം. അതുപോലെ ഇൻവസീവ് എന്ന് പറഞ്ഞാൽ എന്താ, അവർ മെഷർ ചെയ്യുന്ന എൻവയോൺമെന്റിന്റെ ഒരു പാർട്ടാണ് ആ സെൻസർ എങ്കിൽ നമുക്ക് അതിനെ ഇൻവസീവ് എന്ന് പറയാം, അല്ലെങ്കിൽ പാർട്ട് അല്ലെങ്കിൽ നമുക്ക് അതിനെ നോൺ ഇൻവസീവ് എന്ന് പറയാം. ഇനി മെഷർ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ സംഭവമായിട്ട് ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ നോ കോണ്ടാക്ട് എന്ന് പറയാം. അബ്സല്യൂട്ട് ഓർ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ വെദർ ദേ മെഷർ ആൻ അബ്സല്യൂട്ട് സ്കെയിൽ, ഒരു അബ്സല്യൂട്ട് സ്കെയിലായിട്ട് മെഷർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെ അബ്സല്യൂട്ടിൽ സെൻസേഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വേരിയബിൾ റെഫറൻസ് വാല്യൂ ഉണ്ട്, അത് വെച്ചിട്ട് റിലേറ്റ് ചെയ്താണ് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? റിലേറ്റീവ് സെൻസേഴ്സിൽ കൊണ്ട് ഇടാൻ പറ്റും. ലാസ്റ്റ് വൺ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ, എവിടെയാണ് നമ്മൾ ആ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്, ആ ഒരു ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇൻഡസ്ട്രി ആ ഒരു ഇതിനെ വെച്ചിട്ട് നമുക്ക് ആ സെൻസേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പം ഇങ്ങനെ 5 രീതിയിലാണ് നമ്മൾ സെൻസേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ താങ്ക് യു.